കേട്ടോ മരിച്ചു. വലിയ വ്യത്യാസ. ഒരാൾ മരിച്ചാല് സെലഫികളെ കുറിച്ച് എന്താ പറയാ അറിയോ? ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ ഇഷ്ടം പോലെ ഉണ്ട്. ചില ക്രിസ്ത്യാനികൾ പറയും ഭയങ്കര അന്ധവിശ്വാസമുള്ള ക്രിസ്ത്യാനികളുണ്ട്. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അന്ധവിശ്വാസം വെച്ച് പുലർത്തുന്ന പോലെ തന്നെ നിങ്ങൾ മരിച്ച പിന്നെ ഒന്നും മിണ്ടൂലല്ലേ? വല്ലാത്ത വിഭാഗങ്ങൾ. നിങ്ങൾ ആ സമസ്തയിലെ പിന്നെ ടീമിനൊക്കെ കണ്ട് പഠിക്കണം എന്ന് പറയും ചില ക്രിസ്ത്യാനികൾ. അവരങ്ങനെയാണ് വലിയ പാട്ടൊക്കെ പാടി ഭയങ്കര ഒച്ചുമുളിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് മയ്യത്തിന്റെ അടുത്ത് ഇരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചാൽ എന്താ പറഞ്ഞ സുഹൃത്തുക്കളെ? പെട്ടെന്ന് നല്ലൊരു മനുഷ്യനാണ് മരിച്ചതെങ്കിൽ നിങ്ങൾ എന്തിനാണ് പാത്തു വെക്കുന്നത് എന്നാ ചോദിച്ചത്. ചീത്ത മനുഷ്യനാണ് മരിച്ചതെങ്കിൽ എന്തിനാ നിങ്ങൾ പിടിച്ചു വെക്കുന്നത് എന്നാ ചോദിച്ചത്. പെട്ടെന്ന് ഖബറിലേക്ക് കൊടുക്കാനാ പറഞ്ഞത്. വരാനുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം, കുറച്ച് സമയമൊക്കെ കാത്തുക്കാനൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് ചെയ്യാനാ പറഞ്ഞു. കണ്ണടക്കാൻ പറഞ്ഞു, താടി കെട്ടാൻ പറഞ്ഞു, ഒക്കെ ശരി. എന്നിട്ട് 3 വെള്ള തുണിയിൽ പൊതിയാൻ പറഞ്ഞു. കുളിപ്പിക്കണം, പൊതിയണം, അതൊക്കെ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. കുളിപ്പിക്കാനായിട്ടൊരു ടീമൊന്നും വേണ്ട, ആർക്കും കുളിപ്പിക്കാം. എന്നിട്ട് മയ്യത്ത് കൊണ്ടുപോകാൻ നേരത്ത് മുറ്റത്ത് കറക്കി വെച്ചു. അൽ ഫാത്തിഹ. അവിടെ തെളിവ്. ഈ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോവാണ്. നിങ്ങൾ കേട്ടോ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിച്ചു മനസ്സിലാക്കിയ ഷാഫി മദ്ഹബിലെ പണ്ഡിതനായ ഇമാം നബവി തന്റെ അൽ അദ്കാറിൽ പ്രിയപ്പെട്ടവരെ എന്താ പറഞ്ഞത് നോക്കിക്കോളൂ. വാശി വിട്ടിട്ട് വിഷയം പഠിക്കുക. സലഫികൾ പറയണ എന്താ അറിയോ? മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ വർത്താനം പറയാൻ പാടില്ല. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആളുകൾ വരുന്നിട്ട് പറയും, ആ കുറെ കാലം എന്നെ കണ്ടിട്ട് എവിടെയായിരുന്നു, അങ്ങനെ ദുബായിലെ വർത്താനം ഒന്നും ചോദിക്കാൻ പാടില്ല. മിണ്ടാതെ പോകണം, മിണ്ടാതെ പോകണം. എന്റെ നാട്ടുകാരനായ റഹ്മത്തുള്ള കാസിമി പറഞ്ഞു, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മിണ്ടാതെ പോകണം, മിണ്ടാതെ പോകണം, മിണ്ടാതെ പോകണം. ആരാ? റഹ്മത്തുള്ള കാസിമി മൂത്തേടം. പിന്നെ വല്ലാതെ മുണ്ടാട്ടം കേൾക്കലില്ല. പോ സത്യടക്കമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പരും മിണ്ടാതാവുക. മനസ്സിലാനുണ്ടോ? ഇനി അതൊന്നും റഹ്മത്തുള്ള കാസിമി ഷിയാബൊന്നും പറഞ്ഞല്ലോ. ദീന് മുൻഗാമികളായ പണ്ഡിതന്മാർ പഠിച്ചു മനസ്സിലാക്കി തന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടോളൂ, ഷാഫി മദ്ഹബിൽ നിന്ന് കേട്ടോളൂ. ഇമാം നബവി. ഉമ്മാരെ, പെങ്ങന്മാരെ, നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കരുത്. ഹക്ക് ഹക്കായി പറഞ്ഞുതരാ, വളരെ പതുക്കെ. നിങ്ങൾ കേട്ടോളൂ. എന്റെ സമയം അവസാനിക്കണ വരെ ഞാൻ ചില കാര്യങ്ങൾ താരതമ്യം ചെയ്യണേ. വളരെ വേഗത്തിൽ ശക്തമായ പ്രസംഗം നമ്മൾ നടത്തലുണ്ട്. വളരെ പതുക്കെ ഒരു ക്ലാസ് പോലെ. നമുക്ക് അങ്ങനത്തെ ഒരു പ്രസംഗം വേണമെങ്കിൽ വേറെ ദിവസം വെക്കാം. ആളുകൾ ഹക്ക് മനസ്സിലാക്കട്ടെ എന്ന നിലക്കാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. വഅലം, കേട്ടോളൂ. വഅലം, ഇമാം നബവി പറയാ, വഅലം അന്ന സ്വബാബൽ മുഖ്താർ وما كان عليه السلف رضي الله عنهم السكوت في حال السير مع الجنازة. ഇമാം നബവി പറയാണ്, നിങ്ങൾ അറിയണം, മുൻഗാമികളുടെ ശരിയായ റൂട്ട്, പാത എന്ന് പറഞ്ഞാൽ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകലാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മിണ്ടാതെ പോകലാണ്. ഫലാ യർഫഅ സൗതൻ ബിഖിറാഅ, ഖുർആൻ ഓതിക്കൊണ്ട് ശബ്ദമുണ്ടാക്കരുത്. വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിക്കൊണ്ടും ശബ്ദമുണ്ടാക്കരുത്. വലാ ഗൈരി ദാലിക്, ഖുർആൻ കൊണ്ടും ശബ്ദമുണ്ടാക്കരുത്, ദിക്ർ ചൊല്ലിയും ശബ്ദമുണ്ടാക്കരുത്. ദിക്റോ ഖുർആനോ അല്ലാത്തത് കൊണ്ടും ശബ്ദമുണ്ടാക്കരുത്. ഈ തൊട്ടടുത്തന്നെ പള്ളിയിലെ ഈ പള്ളിയിലെ ഉസ്താദുമാരൊക്കെ ഈ നാട്ടിലൊരാൾ മരിച്ചാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഉറക്ക ചെല്ലലാണോ പതുക്കെ ചെല്ലലാണോ? നിങ്ങൾ പള്ളിയിൽ അലമാരിൽ വെച്ച കിതാബ് ഇമാം നബവിയുടെ ഷാഫി മദ്ഹബിൽ അൽ അദ്കാറിൽ പറയണ എന്താ? മയ്യത്ത് കൊണ്ടുപോകുമ്പോ ശബ്ദം ഉണ്ടാക്കരുത്. അത് മാത്രമാണ് പറഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാം. ദിക്ർ കൊണ്ട് ശബ്ദമുയർത്തരുത്, ഖുർആൻ കൊണ്ട് ശബ്ദമുയർത്തരുത്, വർത്തമാനം പറഞ്ഞിട്ട് ശബ്ദമുയർത്തരുത്. അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്ത് കൊണ്ടുപോകുമ്പോ മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോകണം. അപ്പൊ ആരാ നബിയുടെ മാർഗം സ്വീകരിച്ചത്? എന്റെ വിഷയം അതാ, മുത്തുനബിയുടെ കൂടെ. അല്ലാതെ ആരും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയല്ല. റസൂലുള്ളാഹിന്റെ കൂടെ ആരാ നടക്കുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മയ്യത്തെടുത്തപ്പോ ആരാ അൽ ഫാത്തിഹ വിളിച്ചത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ മയ്യത്തെടുത്തപ്പോ അൽ ഫാത്തിഹ വിളിച്ചത് ആരാ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മയ്യത്തെടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആരാ അൽ ഫാത്തിഹ വിളിച്ചത്? ആരാ യാസീൻ ഓതിയത്? ആരാണ് അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലി ഉറക്കെ ചൊല്ലി കൊണ്ടുപോയത്? ഏതെങ്കിലും ഒരു സഹാബിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ നിങ്ങൾ കൊണ്ടുപോകുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഉറക്കെ ചൊല്ലി 4 സലഫികളെ കണ്ടാൽ ശക്തി കൂട്ടി അങ്ങനെ ഒരു ദിക്ർ ചൊല്ലി ഏത് സഹാബിയുടെ മയ്യത്താ കൊണ്ടുപോയത്? 4 മുജാഹിദുകളെ കണ്ടാൽ ശക്തി കൂടും. ഇത് ദീൻ. ഒരാളെ കാണുമ്പോ വാശി തീർക്കാനുള്ള സാധനം ദീന്.
ആണോ? ആരാ പഠിപ്പിച്ച? ഏതെങ്കിലും ഒരു സഹാബിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ വേറെ സഹാബികളാണ് അവിടെ ഉള്ളത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആ സഹാബികളെ കൂട്ടത്തുനിന്ന് ഒരാള് ഏതെങ്കിലും ഒരു സഹാബിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഉറക്ക ദിക്റും ചൊല്ലി കൊണ്ടുപോയ ഒരൊറ്റ സംഭവം ഉദ്ധരിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? പിന്നെ ആരോടാ കൂട്ടരെ വാശി? ആരോട് തീർക്കാനുള്ളതാണ് ഈ ദീനിപരമായ വാശി? വിട്ടൂടെ നമുക്ക്? അതിന്റെ അർത്ഥം വർത്താനം പറയരുത് തന്നെയാണ്. മിണ്ടാതെയാണ് പോകേണ്ടത്. നിങ്ങൾ മനസ്സുകൊണ്ട് അള്ളാഹിനെ കുറിച്ച് ഓർത്തോ, ദിക്റൊക്കെ ചൊല്ലിക്കോ. മയ്യത്ത് കൊണ്ടുപോകുമ്പോ വർത്താനം പറയില്ല. എല്ലാ ദിക്റുറക്കാൻ ചെല്ലാൻ പാടില്ല, ഖുർആൻ ഉറക്കാൻ ഓതാൻ പാടില്ല, ഒന്നുമില്ല. മരിച്ച വീട്ടിൽ യാസീൻ ഓതാൻ എവിടെ തെളിവ്? നിങ്ങള് ഷാഫി മദ്ഹബ് മാത്രം ഞാൻ പറയണത്. ഒറ്റ സംഭവം കേൾപ്പിച്ച് നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. കേട്ടോളൂ. അടുത്ത വ്യത്യാസമാണ്. ഞാൻ ഇപ്പൊ നമ്പറൊന്നും എണ്ണിയിട്ടില്ല, എത്ര വ്യത്യാസം പറഞ്ഞു എനിക്കറിയില്ല. കുറച്ച് വ്യത്യാസങ്ങൾ തന്നെ പറയണേ. ഈ പരിസരത്തൊക്കെ ഒരു സലഫി വീട്ടിൽ ഒരാൾ മരിച്ചാല് ഈ പരിസരത്തൊക്കെ കുറച്ച് മുജാഹിദിന്റെ വീടേ ഉണ്ടാവുള്ളൂ. വരുമ്പോ തന്നെ പറയും, നീ ഇപ്പൊ അവിടെ പോയാല് ഉണ്ടാതെ നിൽക്കേണ്ടി വരും, വല്ലാത്തൊരു ദുർഗതിയാണിത്, ചെയ്ത്താമാര് എന്നൊക്കെ പറഞ്ഞിട്ടാ വരിക. കാരണം എന്താ അറിയോ? ഇവർക്ക് ഭയങ്കര വാശിയാണ് ദീനിനോട്. ഖുർആൻ ഓതുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറയും. കൂട്ടരെ, മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതാൻ മുത്ത റസൂലും സഹാബത്തും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാശിയില്ല, നമ്മൾ ചൊല്ലും. പക്ഷേ നിങ്ങൾ കേട്ടോ, ഇത് കണ്ട് മനസ്സിലാക്കിയ ഇങ്ങനൊരു സ്വഭാവം ലോകത്ത് വരാനുണ്ടെന്നറിഞ്ഞ പണ്ഡിതന്മാരെന്താ പറഞ്ഞു വെച്ചത്? ഒരു മനുഷ്യന് അവൻ അധ്വാനിച്ചതല്ലാതെ അവന്റെ പരിശ്രമത്തിൽപ്പെട്ടതല്ലാതെ ഇല്ല എന്ന് പറയുന്ന സൂറത്ത് നജ്മിലെ ആയത്തിന് ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന തഫ്സീറാകുന്ന ഇബ്നു കസീറിൽ നിന്ന് ഞാൻ വായിക്കാം. അവിടെ തന്നെ വായിച്ചാൽ മതി. കാരണം ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഷാഫി മദ്ഹബിന്റെ ആളുകളാണ്. അവിടുന്ന് വായിക്കുന്നത് കേട്ടോളൂ. അന്നൽ ഖിറാഅത്ത് ലാ യസ്ലി ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗതാ ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം ولهذا لم ينتب إليه رسول الله صلى الله عليه وسلم أمته ولا حثهم عليه ولا أرشدهم إليه بنص ولا إيماء ولم ينقل ذلك عن أحد من الصحابة رضي الله عنهم ولو كان خيرا لسبقونا إليه. ഒന്നാമത്തെ വാലെടുത്തോളൂ. എന്നിട്ട് അതിന്റെ 64-65 ഒന്ന് വായിച്ചു. ഈ വാളി ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഈ ആയത്തിന്റെ വിശദീകരണം എടുത്തൊന്ന് വായിച്ചു നോക്കി. ഇബ്നു കസീറിലാ പറയണത്, ഷാഫി ഇമാമിന്റെ അഭിപ്രായമായിട്ടാ പറയണത്. എന്താ ഈ പറഞ്ഞത് വായിച്ചതിന്റെ അർത്ഥം? മരിച്ച ഒരാൾക്ക് വേണ്ടി മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതിയാൽ മരിച്ച ആൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. ഞാനല്ല, ഷാഫി മദ്ഹബാണ് പറയുന്നത്. മരിച്ച സ്ഥലത്തിരുന്ന് നിങ്ങൾ ഖുർആൻ ഓതിയാൽ മരിച്ചവന്റെ അതിന്റെ പ്രതിഫലം കിട്ടുകയില്ല. കാരണം അവന്റെ അധ്വാനത്തിൽപ്പെട്ടതല്ല, അവന്റെ കഷ്ടപ്പാടിലോ അധ്വാനത്തിലോ സമ്പാദ്യത്തിലോ പെട്ടതല്ല. അതൊക്കെ വിട്. ബാക്കി പറഞ്ഞത് കേട്ടോളൂ. ഞാന്റെ അധ്വാനത്തിൽ പെട്ടതല്ല, ശരിയായിക്കോട്ടെ, സമ്മതിച്ചു. വേറെ ആരാ ഓതുവാണല്ലോ, അതൊക്കെ വിട്. നീ ബാക്കി എന്താ പറഞ്ഞത് ശരിക്കും കേട്ടോളൂ. വലിഹാദാ ലം യൻതുബ് ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മതഹു. ഇങ്ങനെ ഒരു സുന്നത്തെ അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ പള്ളിയിലെ കിതാബിലാ ഇങ്ങനെ ഒരു സുന്നത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹിം വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ. സൂചനാപരമായ തെളിവുമില്ല, ഖണ്ഡിതമായ തെളിവുമില്ല, പ്രോത്സാഹനം നൽകിയിട്ടില്ല, സൂചന നൽകിയിട്ടില്ല. അവസാനിച്ചില്ല. വലം യുൻഖൽ ദാലിക അൻ അഹദിൻ മിനസ് സഹാബ റളിയല്ലാഹു അൻഹും. സഹാബികളായ ഒരൊറ്റ സഹാബിയുടെ അടുക്കൽ നിന്നും ഇങ്ങനൊരു സംഭവം ഉദ്ധരിച്ചിട്ടില്ല. മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഏർപ്പാട് ഒരു സഹാബിയിൽ നിന്നും ഉദ്ധരിച്ചു വന്നിട്ടില്ല. ആരാ പറയുന്നത്? മുജാഹിദിന്റെ മദ്രസയിലല്ല, പള്ളി ദർസിൽ സൂക്ഷിക്കുന്ന കിതാബിൽ തഫ്സീറിലാണ് പറയുന്നത്, ഇബ്നു കസീറിലാണ് പറയുന്നത്, ഷാഫി മദ്ഹബിന്റെ തഫ്സീറിലാണ് പറയുന്നത്. ഇനി ബാക്കിയും കൂടി കേട്ട ക്ലിയറാ. വലൗ കാന ഖൈറാ, അങ്ങനെ ചെയ്യുന്നതിൽ വല്ല ഖൈറും ഉണ്ടായിരുന്നെങ്കിൽ ലസബഖൂനാ ഇലൈഹി, നമ്മളെക്കാൾ മുമ്പ് സഹാബത്ത് ഈ വിഷയം ചെയ്യുമായിരുന്നു. ഇനി എങ്ങനെ കൂട്ടരെ പറഞ്ഞുതരാ? അപ്പൊ ആർക്കാ വാശി? ആർക്കാണ് വാശി? നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ആലോചിക്ക്.